മാർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം സോറി 15-ാം അധ്യായം 15-ാം അധ്യായം 6 മുതൽ 6 മുതൽ പേജ് 1104. ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇച്ചിരി വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിവിടെ ഇന്ന് യേശുവിനെ ക്രൂശിപ്പിക്കുന്ന സമയമാണിത്, വചനമാണിത്. അപ്പൊ ഈ സ്ഥലത്ത് നമ്മുടെ വിശ്വാസത്തിന്റെ മൂലക്കല്ലായ ഈ സ്ഥലത്ത് നമുക്ക് ദൈവത്തിന്റെ വചനം ധ്യാനിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാനുള്ള ഒരു നല്ല അവസരമാണ്. നമ്മൾ വായിക്കാൻ പോണത് 6-ാം അധ്യായം മുതൽ 6-ാം അധ്യായം മുതൽ 6-ാം വാക്യം മുതൽ 6-ാം വാക്യം മുതൽ ആറ് മുതൽ 15 വരെയാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. അപ്പൊ ഈ സമയത്ത് നമ്മൾ ഞാൻ എന്തെങ്കിലും പറയുന്നതിനുപരി നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാനാണ് എനിക്ക് ആഗ്രഹം. ആദ്യം നമുക്ക് വായിക്കാം. ആരെങ്കിലും ഉച്ചസ്വരത്തിന് അവൻ ഉത്സവം തോറും അവർ ചോദിക്കുന്ന ഒരു തടവുകാരനെ അവർക്ക് വിട്ടുകൊടുക്കുക പതിവായിരുന്നു. എന്നാൽ ഒരു കലാപത്തിൽ കൊല ചെയ്തവരായ കലഹക്കാരുടെ കൂടെ ബന്ധിച്ചിരുന്ന ബറാബാസ് എന്ന പേരുള്ള ഒരുവൻ ഉണ്ടായിരുന്നു. ജനക്കൂട്ടം കയറി വന്ന് അവൻ പതിവ് പോലെ ആനുകൂല്യം ചെയ്യണം എന്ന് അപേക്ഷിച്ചു തുടങ്ങി. പീലാത്തോസ് ഉത്തരമായ അവരോട്, യഹൂദന്മാരുടെ രാജാവിനെ നിങ്ങൾക്ക് വിട്ടുതരണം എന്ന് ഇച്ഛിക്കുന്നുവോ എന്ന് ചോദിച്ചു. എന്തെന്നാൽ മഹാപുരോഹിതന്മാർ അസൂയ കൊണ്ടാണ് അവനെ ഏൽപ്പിച്ചു കൊടുത്തത് എന്ന് പീലാത്തോസിന് അറിയാമായിരുന്നു. എന്നാൽ അവൻ ബറാബാസിനെ വിട്ടുകൊടുക്കേണ്ടതിന് ചോദിക്കുവാൻ മഹാപുരോഹിതന്മാർ ജനങ്ങളെ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. പീലാത്തോസ് പിന്നെയും അവരോട്, എന്നാൽ യഹൂദന്മാരുടെ രാജാവ് എന്ന് നിങ്ങൾ പറയുന്നവനെ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അവനെ ക്രൂശിക്കുക എന്ന് അവർ വീണ്ടും നിലവിളിച്ചു. അപ്പോൾ പീലാത്തോസ് അവരോട്, എന്തിന്? അവൻ എന്ത് കുറ്റം ചെയ്തു എന്ന് ചോദിച്ചതിന് അവനെ ക്രൂശിക്കുക എന്ന് അവര് അധികമായി നിലവിളിച്ചു. പീലാത്തോസ് ജനക്കൂട്ടത്തിന് തൃപ്തി വരുത്താൻ ഇച്ഛിച്ച് ബറാബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു. യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച് ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ നമ്മൾ 6-ാം അധ്യായം മുതൽ 15-ാം വാക്യമാണ്. 15-ാം വാക്യം വരെ 6-ാം വാക്യം മുതൽ 15-ാം വാക്യം വരെയാണ് നമ്മൾ വായിച്ചത്. നമ്മൾ ധ്യാനിക്കുന്നതിന് മുമ്പ് കുറച്ചേരം ധ്യാനിക്കുന്നതിന് മുമ്പ് എന്താ സംഭവിക്കണമെന്ന് ഞാൻ എന്താന്നൊരു ചുരുക്കത്തിൽ ഞാനൊന്ന് പറയാൻ നോക്കാം. ഇവിടെ യേശുവിനെ യൂദാസ് ഒറ്റിക്കൊടുത്തു. പീലാത്തോസിന്റെ മുമ്പിൽ കൊണ്ടുവന്നു യേശുവിനെ ക്രൂശിൽ കയറ്റാൻ പോവുകയാണ് ഇവിടെ. പക്ഷെ ഈ സമയത്ത് അതിനു മുമ്പ് പീലാത്തോസ്
പീലാത്തോസ് പറഞ്ഞത്, പീലാത്തോസ് എന്ന് വെച്ചാൽ റോമ സാമ്രാജ്യത്തിന്റെ ഒരു സ്ഥലമായിരുന്നു ഈ സമയത്ത് യുദയ. അപ്പൊ യുദയയിൽ ഒരു ഗവർണറായിട്ട്, നമ്മളിന്ന് കളക്ടർ എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന റോമ പൗരനാണ് പീലാത്തോസ്. പീലാത്തോസിന് മുമ്പിലാണ് ഏറ്റവും വലിയ കേസുകൾ വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പീലാത്തോസ് ഇവിടെ വരുന്നത്. പക്ഷെ പീലാത്തോസ് യേശുവിനോട് സംസാരിച്ചതിന് ശേഷം പീലാത്തോസിന് മനസ്സിലായി ഈ വ്യക്തി തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല, മറിച്ച് ആൾക്കാര് എന്തിന്റെയോ പേരില് ഇയാളെ കൊല്ലാൻ ഉദ്ദേശിക്കുകയാണ്. അതുകൊണ്ട് പീലാത്തോസ് അവരോട് പറയാണ്, പീലാത്തോസിന് ഒരു ഐഡിയ കിട്ടി. എല്ലാ വർഷം ഈ ഉത്സവത്തിനിടയ്ക്ക് ഒരു തടവുകാരനെ റിലീസ് ചെയ്യുന്ന വിട്ടുകൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് പീലാത്തോസിന്. അപ്പൊ ആ സമയത്ത് യേശുവിനെ ഒരു പക്ഷേ ഇവര് ഈ ആൾക്കാര് വിട്ടു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുമെന്ന് പീലാത്തോസിന് തോന്നി. അതുകൊണ്ടാണ് പീലാത്തോസ് അങ്ങനെ ചെയ്തത്. ആരാണ് ഈ ബറാബാസ്? അതാണ് നമുക്ക് ഇവിടെ നോക്കേണ്ട ഏറ്റവും വലിയ കാര്യം. ആരാണ് ഈ ബറാബാസ് എന്ന് പറയുന്ന വ്യക്തി? ബറാബാസ് മർക്കോസ് ഇവിടെ പറയുന്നില്ലെങ്കിലും മറ്റ് സുവിശേഷങ്ങളുടെ ബറാബാസിനെ കുറിച്ച് കുറച്ചും കൂടെ വിവരങ്ങൾ നമുക്കുണ്ട്. ബറാബാസ് എന്ന് വെച്ചാൽ റോമാക്കാർക്കെതിരെ റോമാക്കാർ യഹൂദ ദേശം, ഇസ്രായേൽ ദേശത്തെ കീഴടക്കിയതിനെതിരെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ബറാബാസ്. എന്നുവെച്ചാൽ ഇത് ഇസ്രായേൽ ദേശം യഹൂദർക്ക് വേണ്ടിയുള്ളതാണ്. ഇസ്രായേൽ ദേശം റോമാക്കാരുടെ അല്ല. അതുകൊണ്ട് റോമാക്കാര് ഞങ്ങളുടെ ദേശത്ത് നിന്ന് പുറത്ത് പോകണം. അങ്ങനത്തെ ചിന്തകളുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ അംഗമായിരുന്നു ബറാബാസ്. പക്ഷെ അത് മാത്രമല്ല, ബറാബാസ് തടവിൽ ഇരിക്കുന്നത്, ബറാബാസ് ശരിക്കും നമ്മളിന്ന് പറഞ്ഞ ടെററിസ്റ്റ് ആയിരുന്നു. മലയാളം ഒരു തീവ്രവാദി, ശരിക്കും ഒരു തീവ്രവാദിയായിരുന്നു. പക്ഷെ പൊതുവെയുള്ള ആൾക്കാർക്ക് ബറാബാസിനെ ഇഷ്ടമാണ്. കാരണം എന്താണെന്നാണ്, റോമാക്കാർക്ക് എതിരെ പ്രവർത്തിച്ച ഒരു യഹൂദൻ. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ബറാബാസ്. ആ വ്യക്തിയാണ് യേശുവിന്റെ അടുത്ത് നിൽക്കുന്നത്. യേശു എന്തിനു വേണ്ടിയാണ് പോരാടിയത്? തന്നെ പിശാചിനെ നേരിടാൻ വേണ്ടി, പിശാചിനെ തോൽപ്പിക്കാൻ വേണ്ടി. അത് ശരിയാണ്. പക്ഷെ യേശു പറയുന്നുണ്ട്, ഞാൻ വന്നത് ഇസ്രായേലിനെ വിടുവിക്കാനാണ്. യേശു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ യേശു ഉദ്ദേശിച്ച രക്ഷയും ബറാബാസ് ഉദ്ദേശിക്കുന്ന രക്ഷയും രണ്ടും വേറെയാണ്. ബറാബാസ് ഉദ്ദേശിക്കുന്ന രക്ഷ വെറും രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാതന്ത്ര്യം. യഹൂദർ മാത്രം ഭരിച്ചാൽ മതി. ആ സ്വാതന്ത്ര്യമാണ് ബറാബാസ് ഉദ്ദേശിക്കുന്നത്. ആ സ്വാതന്ത്ര്യമാണ് യഹൂദ ആൾക്കാർക്ക് ഇവിടെ ആവശ്യം. അതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ സമയത്ത്. പക്ഷെ യേശു ഉദ്ദേശിക്കുന്ന സ്വാതന്ത്ര്യം വേറെയാണ്. അതും ഒരു മഹാസാമ്രാജ്യം ഒരു ദേശത്തെ കീഴടക്കി
കീഴടക്കുന്നതിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടിയാണ് യേശു വന്നത്. പക്ഷെ അത് മാനുഷ്യമായിട്ടുള്ള സാമ്രാജ്യമല്ല, മറിച്ച് പിശാചിന്റെ സാമ്രാജ്യം, പിശാചിന്റെ മനുഷ്യരുടെ മേലിൽ ഉള്ള സാമ്രാജ്യം തോൽപ്പിക്കാൻ, അത് അതിജീവിക്കാൻ വേണ്ടിയാണ് യേശു ഉദ്ദേശിക്കുന്നത്. ഇവരെ രണ്ടുപേര് നമ്മൾ ആ ചിത്രമാണ് നമ്മുടെ മനസ്സിൽ നമ്മളൊന്ന് ആലോചിക്കണം. രാഷ്ട്രീയ സ്വാതന്ത്ര്യം ചീത്ത കാര്യമാണ്? അല്ല, നല്ല കാര്യമാണ്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലും നമ്മള് 1930-കളിൽ 40-കളിൽ ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി നമ്മളുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി. അത് നല്ല കാര്യമാണ്. പക്ഷെ എന്നാലും ആ സ്വാതന്ത്ര്യത്തിന് ശേഷവും നമ്മൾ ഇന്ത്യക്കാർ ഭരിക്കുന്ന ഇന്ത്യയിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരായ നമ്മൾ പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം ഉണ്ടോ നമ്മുടെ ഏതെങ്കിലും മേഖലകൾ? ഇല്ല. അത് ഏത് ദേശത്ത് പോയാലും അങ്ങനെയാണ്. രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വെച്ച് നമ്മുടെ ശാരീരികമായ നമ്മുടെ പാപത്തിൽ നിന്ന്, നമ്മുടെ വേദനകളിൽ നിന്ന്, നമ്മളുടെ പല അവസ്ഥകളിൽ നിന്ന് സ്വാതന്ത്ര്യം നമുക്ക് കിട്ടത്തില്ല. യേശു പോരാടുന്നത് ഇതെല്ലാം മനുഷ്യന് പൂർണ്ണ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് യേശു പോരാടുന്നത്. പക്ഷെ ബറാബാസ് പോരാടുന്നത് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമാണ്. പക്ഷെ ഇവരെ രണ്ടുപേരെയും പീലാത്തോസിന്റെ കോടതി, പീലാത്തോസിന്റെ സ്ഥലത്ത് ഈ യഹൂദരെല്ലാം കൂടിച്ചേർന്ന് നിൽക്കുമ്പോൾ പീലാത്തോസിന്റെ രണ്ട് കരങ്ങളിൽ രണ്ട് യഹൂദ മനുഷ്യരെയാണ് യഹൂദ ജനത്തോട് പീലാത്തോസ് അവതരിപ്പിക്കുന്നത്. ഒന്ന് ബറാബസ്, മറ്റേ കയ്യിൽ യേശു ക്രിസ്തു. ഒന്ന് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നു, മറ്റേ യേശു മനുഷ്യന്റെ പൂർണ്ണ മേഖലകളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ പോരാടുന്ന യേശു ക്രിസ്തു. പക്ഷെ ആൾക്കാർക്ക് എന്താണ് ആഗ്രഹം? രാഷ്ട്രീയ സ്വാതന്ത്ര്യം. ആൾക്കാർക്ക് മറ്റേ കാര്യം അവർക്ക് ശരിക്കും ആവശ്യമുള്ള അവരുടെ പാപത്തിൽ അവർക്കറിയാം, അവർക്ക് പാപത്തിൽ അവർക്ക് അടിമത്തത്തിലാണ്, അവർക്ക് വിഷമങ്ങളുണ്ട്, അവർക്ക് പിശാചിന്റെ അടിമത്വത്തിലാണ്. ഇതെല്ലാം അവർക്കറിയാം. ഇത് യഹൂദ മനുഷ്യരാണ്, ഇവർക്കറിയാം. ഇത് ദൈവത്തിന്റെ വചനം വായിച്ചിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ എന്നാലും ഒരു മനുഷ്യൻ, ഏത് മനുഷ്യനായിക്കോട്ടെ, ഒരുപാട് നമുക്ക് കണക്ഷൻ ഉണ്ട്, നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നത്, നമുക്ക് കാണാൻ പറ്റുന്നതാണ്, നമുക്ക് കാണാൻ പറ്റുന്ന സ്വാതന്ത്ര്യമാണ്. മനുഷ്യന്റെ ആദ്യത്തെ തെറ്റ്, അവൻ തേടുന്നത് അവൻ കാണാൻ പറ്റുന്നതിനെ മാത്രമാണ്. മറിച്ച് ദൈവം അവന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന അവയൊന്നും മനുഷ്യൻ കാണുന്നില്ല. അതാണ് നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത്. രണ്ട്, ഈ ആൾക്കാര് യേശുവിനെ ക്രൂശിക്കണം എന്ന് പറയുന്ന ഈ ജനക്കൂട്ടം വെറും ഒരാഴ്ച മുമ്പ് യേശു ജെറൂസലേമിൽ കയറി വന്നപ്പോൾ ഒരു രാജാവിനെ പോലെയാണ് സ്വീകരിച്ചത്. വെറും ഒരു ആഴ്ച മുമ്പ് ഈ ജെറൂസലേം ജനം തന്നെയാണ് യേശുവിനെ ദാവീദിന്റെ പുത്രനായ, അങ്ങനെ പറഞ്ഞ ദാവീദിന്റെ പുത്രനായ രാജാവെ,
ദാവീദിന്റെ പുത്രനായ രാജാവ് ഞങ്ങളുടെ ഇടയിൽ വന്നു. വെറും ഒരാഴ്ചയ്ക്ക് ശേഷം അവനെ ക്രൂശിക്കണമെന്ന് പറയും. ഇതാണ് മനുഷ്യന്റെ രണ്ടാമത്തെ പാപം. അവന്റെ ഹൃദയം അവന്റെ ഹൃദയം ഒരു തവണ നന്മ ചെയ്യാൻ പറ്റുമെങ്കിലും അത് ഉടനെ തിന്മയിൽ പോകും. ഉടനെ അവൻ പിശാചിന് അവന്റെ ഹൃദയത്തിനെ കൊടുക്കും. മൂന്നാമത്തെ കാര്യം ഇവിടെ കാണുന്നത് പീലാത്തോസ്. 15-ാം വാക്യത്തിൽ നമ്മൾ ഇവിടെ വായിക്കുന്നത് പീലാത്തോസ്, മാർക്കോസ് എഴുതുന്നതാണ്. പീലാത്തോസ് 15. പീലാത്തോസ് ജനക്കൂട്ടത്തിന് തൃപ്തി വരുത്താൻ ഇച്ഛിച്ച് ബറാബാസിനെ വിട്ടുകൊടുത്തു. യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. ജനക്കൂട്ടത്തിന് തൃപ്തി വരുത്താൻ നമ്മളുടെ ന്യൂസ് ചിലപ്പോ വായിക്കുന്ന ആൾക്കാരായിരിക്കും, നമ്മളെ ഭരിക്കുന്ന ആൾക്കാര്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു മനുഷ്യൻ അവര് ചെയ്യുന്ന കാര്യങ്ങൾ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? അത് ശരിയോ തെറ്റാണോ എന്ന് നോക്കിയിട്ടാണോ അവരത് ചെയ്യുന്നത്? അല്ല, അവർ ചെയ്യുന്നത് ആൾക്കാർക്ക് ഇഷ്ടമാകോ ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് മനുഷ്യരെല്ലാം അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഉള്ളിൽ ദൈവത്തെ ദൈവത്തിന് ഇഷ്ടമാണോ അല്ലയോ എന്ന് ചോദിക്കുന്നതിനുപരി നമുക്ക് എല്ലാവർക്കും ചോദിക്കേണ്ട കാര്യമാണ്, എന്റെ കുടുംബത്തിന് ഇഷ്ടപ്പെടുമോ, എന്റെ സമൂഹത്തിന് ഇഷ്ടപ്പെടുമോ, എന്റെ ആൾക്കാരെന്ത് പറയും, എന്റെ കുടുംബം എന്ത് പറയും? ഇതൊക്കെയാണ് നമ്മളെല്ലാം ചിന്തിക്കുന്നത്. പീലാത്തോസും റോമാക്കാരുടെ അവർ പല കുറവുകളുണ്ട്. പക്ഷെ അവര് ലോകത്തിന് കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു ദാനം എന്ന് വെച്ചാൽ അവരുടെ നിയമങ്ങളാണ്. അവരെല്ലാ സ്ഥലത്തും പോകുമ്പോ അവര് പറയുന്നത് ഇവിടെ റോമാക്കാരുടെ നിയമം വന്നു എന്ന് വെച്ചാൽ ഇനി മുതൽ എല്ലാം നീതിപരമായിട്ടാണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് അവര് പറയുന്നത്. പക്ഷെ ഇവിടെ പീലാത്തോസ്, ഈ റോമാക്കാരനായ പീലാത്തോസ് ശരിയോ തെറ്റാണോ നോക്കിയിട്ടല്ല നീതി പ്രസ്താവിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടത്തില്ലേ എന്ന് നോക്കി. ഇത് തന്നെയാണ് ചരിത്രത്തിന്റെ ഏറ്റവും വലിയ, നമ്മൾ ചരിത്രം വായിക്കുകയാണെങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ആൾക്കാർ ചെയ്യുന്ന തിന്മകളെല്ലാം ഏതെങ്കിലും ഒരു ആൾക്കൂട്ടത്തിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ്. ഒരു മനുഷ്യനും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണെങ്കിൽ ഒരു ദുഷ്ടകരമായ മനുഷ്യൻ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ല, ഒരുപക്ഷെ ചെയ്യുന്നില്ലായിരുന്നായിരിക്കും. ഇത്രയും തിന്മകളാണ് യേശുവിനെ പീലാത്തോസ് ചൂണ്ടിക്കൊടുക്കുന്ന ഈ സംഭവത്തിൽ. ഈ 3 തിന്മകളാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, മനുഷ്യന് ആഗ്രഹം തന്റെ യഥാർത്ഥമായ സ്വാതന്ത്ര്യമല്ല, മറിച്ച് അവന് കാണാൻ പറ്റുന്ന സ്വാതന്ത്ര്യം മാത്രമാണ്. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇനി ഒരു 5 മിനിറ്റ് ഞാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ഈ 10 വാക്യങ്ങൾ നിങ്ങൾ വീണ്ടും വായിക്കുക. ഒരു 5 മിനിറ്റ് എടുക്കുന്നത് നിങ്ങൾ വീണ്ടും വായിക്കുക. നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക, ദൈവമായ പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക, ദൈവമേ, അങ്ങ് ഞാനിപ്പോൾ നിങ്ങൾക്ക് തന്ന
ഒരു ഇതിന്റെ അവസ്ഥകളും ഇതിനുള്ള കഥാപാത്രങ്ങളെ കുറിച്ചൊന്നും ഞാൻ വിവരിച്ചതേ ഉള്ളൂ. പക്ഷെ ഇനി നിങ്ങൾ ഇത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കപ്പെടുമ്പോൾ നിങ്ങൾ ദൈവത്തിനോട് ചോദിക്കണം, ദൈവമേ അങ്ങ് എന്നോട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ 10 വാക്യങ്ങളിൽ കൂടെ? എല്ലാവരും ബൈബിളിന്റെ സ്വന്തം വായിക്കാവോ? ബൈബിൾ ഉള്ളവര് അത് വായിക്കുക, ബൈബിൾ ഇല്ലെങ്കിൽ അമ്മ വായിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. മാർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 6-ാം വാക്യം. നിങ്ങളുടെ മനസ്സിനുള്ളിൽ നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, ഞാൻ നമ്മളോട് സംസാരിക്കാൻ വേണ്ടി. അവൻ ഉത്സവം തോറും അവർ ചോദിക്കുന്ന ഒരു തടവുകാരനെ അവർക്ക് വിട്ടുകൊടുക്കുക പതിവായിരുന്നു. എന്നാൽ ഒരു കലാപത്തിൽ കൊല ചെയ്തവരായ കലഹക്കാരോട് കൂടെ ബന്ധിച്ചിരുന്ന ബറാബാസ് എന്ന പേരുള്ള ഒരുവൻ ഉണ്ടായിരുന്നു. ജനക്കൂട്ടം കയറി വന്ന് അവൻ പതിവ് പോലെ ആനുകൂല്യം ചെയ്യണമെന്ന് അപേക്ഷിച്ചു തുടങ്ങി. പീലാത്തോസ് ഉത്തരമായി അവരോട്, യഹൂദന്മാരുടെ രാജാവിനെ നിങ്ങൾക്ക് വിട്ടുതരണം എന്ന് ഇച്ഛിക്കുന്നുവോ എന്ന് ചോദിച്ചു. എന്നാൽ മഹാപുരോഹിതന്മാർ അസൂയ കൊണ്ടാണ് അവനെ ഏൽപ്പിച്ചു കൊടുത്തതെന്ന് പീലാത്തോസിന് അറിയാമായിരുന്നു. എന്നാൽ അവൻ ബറാബാസിനെ വിട്ടുകൊടുക്കേണ്ടതിന് ചോദിക്കുവാൻ മഹാപുരോഹിതന്മാർ ജനങ്ങളെ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. പീലാത്തോസ് പിന്നെയും അവരോട്, എന്നാൽ യഹൂദന്മാരുടെ രാജാവ് എന്ന് നിങ്ങൾ പറയുന്നവനെ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അവനെ ക്രൂശിക്കുക എന്നൊരു മറുപടി പറഞ്ഞു, നിലവിളിച്ചു. അപ്പോൾ പീലാത്തോസ് അവരോട്, എന്തിന്? അവൻ ചെയ്ത കുറ്റം എന്ത് എന്ന് ചോദിച്ചതിന് അവനെ ക്രൂശിക്കുക എന്ന് അവർ അധികമായി നിലവിളിച്ചു. പീലാത്തോസ് ജനക്കൂട്ടത്തെ തൃപ്തി വരുത്താൻ വേണ്ടി ഇച്ഛിച്ച് ബറാബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു. യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച് ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. 2 മിനിറ്റ് നമ്മൾ കണ്ണടച്ച് ദൈവത്തിനോട് ചോദിക്കാം, ദൈവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. മനസ്സിൽ നിങ്ങൾ ചോദിക്കുക, ദൈവമേ നമ്മൾ വായിച്ച ഈ ഭാഗത്തിൽ നിന്ന് അങ്ങ് എന്നോട് എന്തുവാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്? ദൈവത്തിനോട് സംസാരിക്കാം. ചോദിക്കാം, ദൈവമേ ഈ ഭാഗത്തിൽ നിന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ നയിക്കുന്ന എൻ്റെ ഈ ജീവിതത്തിൽ അങ്ങ് മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങൾ